ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു മാമ്പഴം ജാമിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റ് ജാമിൻ്റെ റെസിപ്പിയാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ മാമ്പഴം കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് മാമ്പഴം ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം. ഇത് അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കാം. ഇത് ഈ നാരൊക്കെ കുറവായതുകൊണ്ട് ഞാൻ അരിക്കുന്നൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായി ഒരു 1/2 ബൗള് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന മാമ്പഴത്തിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കയ്യിലൊക്കെ നമ്മൾ ഇളക്കുമ്പോഴേ പൊട്ടിത്തെറിക്കും വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ. അപ്പം ഈ മാമ്പഴത്തിൻ്റെ നീര് തന്നെയാണ് അത്, അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. എന്നിട്ട് ചൊവ്വിനെ ഇളക്കി വറ്റിച്ച് എടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ബൗള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനാവശ്യമായത്. മധുരം തോനെ വേണ്ടിയവർക്ക് ഇതിൽ തോനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. കുറച്ച് ചേർക്കേണ്ടവർക്ക് കുറച്ചും ചേർക്കാം. എന്നിട്ട് ഞാനിത് ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ച് എടുക്കുകയാണ്. അതൊന്ന് ഒരുവിധം വറ്റി വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതായതുകൊണ്ട് അത് ക്രിസ്റ്റലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഫ്ലേവറിനും നല്ലതാണല്ലോ. ചേർത്ത് കൊടുത്തിട്ട് ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ച് എടുക്കാം. ഇപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവം അറിയുന്നത് നമ്മളിങ്ങനെ തവി കൊണ്ട് കോരുമ്പം ഒഴുകി പോവുകയാണെങ്കിൽ അത് പരുവായിട്ടില്ല. അല്ലാതെ തുള്ളി തുള്ളിയായിട്ട് വീഴുകയാണെങ്കിൽ കറക്റ്റ് ആയെന്നാണ്. അതുകൊണ്ട് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചെടുത്ത് തന്നെ അത് നിൽക്കുകയാണ്. ഒഴുകിയൊന്നും പോകുന്നില്ല. കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് പാത്രപ്പാകം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ ജാമ് വാങ്ങുന്ന ഒരു ഫ്ലേവർ കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു 2 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൊവ്വിനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒരു മണവും എല്ലാമാണ്. അപ്പോൾ നമ്മുടെ മാമ്പഴ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. ഇനി ഇത് തണുക്കുമ്പം നല്ല ഏറ് കിടക്കാത്ത നല്ല ഉണങ്ങിയ ഭരണിക്കകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഈ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നനഞ്ഞ സ്പൂൺ ഇട്ടൊന്നും എടുക്കരുതെന്നേ ഉള്ളൂ. അന്നേരം നനഞ്ഞ സ്പൂൺ ഇട്ട് എടുത്താലൊക്കെ എളുപ്പം പന്നലായിപ്പോവും. നമ്മൾ സൂക്ഷിക്കുന്ന അനുസരിച്ച് ഇരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് കഴിച്ചാൽ ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുക. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് കൂട്ടുകാരെ. അപ്പം ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ദോശക്കല്ലിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയ ജാമ് പരട്ടി കൊടുക്കുകയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. കൊച്ചുങ്ങളാണെങ്കിൽ ഇതൊന്നും വെച്ചേക്കത്തില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് കൂട്ടുകാരെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒത്തിരി ഇഷ്ടമായെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമായി കൂട്ടുകാർ. ഈ മാമ്പഴത്തിൻ്റെ സീസൺ തീരുന്നതിന് മുമ്പിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് കൂട്ടുകാരെ.
അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ സീസൺ തീരുന്നതിന് മുമ്പിട്ട് കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.